Hello everyone. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഫൺ ദേ ഹാഡ് ബൈ ഐസക് അസിമോ. ആദ്യമായിട്ട് നമുക്ക് ഇത് എഴുതിയ ഓത്തറിനെ പറ്റി ഒന്ന് നോക്കാം. Isaac Asimov, an American author and biochemist. During World War II, he worked at the Naval Aviation Experimental Station in Philadelphia along with science fiction authors Robert Heinlein and L. Sprague de Camp. അദ്ദേഹം ഒരു അമേരിക്കൻ ഓതർ ആയിരുന്നു, ബയോകെമിസ്റ്റ് ആയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ അദ്ദേഹം ഫിലദൽഫിയയിലെ നേവൽ ഏവിയേഷൻ എക്സ്പെരിമെന്റൽ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹത്തിന്റെ ഒപ്പം സയൻസ് ഫിക്ഷൻ ഓതേഴ്സായ റോബർട്ട് ഹെയ്ൻലീനും അതേപോലെ എൽ സ്പ്രാഗ് ഡെ ക്യാമ്പും ഉണ്ടായിരുന്നു. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹി ടുക്ക് എ PhD ഇൻ കെമിസ്ട്രി ഫ്രം കൊളംബിയ ഇൻ 1948. 1948 അദ്ദേഹം ഒരു PhD എടുത്തു കെമിസ്ട്രിയിൽ. അതിനുശേഷം അദ്ദേഹം ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്തു. അദ്ദേഹത്തിന് ചില വർക്ക്സ് ആണ് മറൂൺ ഓഫ് വെസ്റ്റ, ഫൗണ്ടേഷൻ ആൻഡ് എംപയർ, The Gods Themselves, The Robots of Dawn, The End of Eternity. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഒരു സയൻസ് ഫിക്ഷൻ ഓതർ എന്നായിരുന്നു. കൂടുതലായിട്ടും ശാസ്ത്രപരമായിട്ടുള്ള ഫിക്ഷണൽ അക്കൗണ്ട്സ് ആയിരുന്നു അദ്ദേഹം എഴുതിയിരുന്നത്. നമുക്ക് ക്യാരക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്യാരക്ടർ മാർജീസ് ജോൺസ്. മാർജീസ് ജോൺസ് ആണ് ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ. മാർജീസ് ജോൺസ് ഒരു 11 വയസ്സുള്ള പെൺകുട്ടിയാണ്. ജീവിക്കുന്ന വർഷം 2155 വർഷം. മാർജിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മാർജിക്ക് സ്കൂൾ ഇഷ്ടമില്ല. പ്രത്യേകിച്ചും തന്റെ ജിയോമെട്രി ലെസൺസ് എടുക്കുന്ന മെക്കാനിക്കൽ ടീച്ചറിന്റെ ഒരു ക്ലാസ്സുകൾ തന്നെയും മാർജിക്ക് ഇഷ്ടമില്ല. രണ്ടാമത്തെ മെയിൻ ക്യാരക്ടർ ടോമിയാണ്. ടോമി 13 വയസ്സുള്ള ഒരു ബോയ് ആണ്. മാർജിയുടെ നെയ്ബറും ഫ്രണ്ടുമാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടർ മെക്കാനിക്കൽ ടീച്ചറാണ്. മെക്കാനിക്കൽ ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ശരിക്കും ജീവനുള്ള ഒരു വ്യക്തിയല്ല, മറിച്ച് അതൊരു റോബോട്ടാണ്. അങ്ങനെ പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ് മാർജിയെ പഠിപ്പിക്കുന്നതിന് വേണ്ടി. ഇനി നാലാമത്തെ മെയിൻ ക്യാരക്ടർ മിസ്സസ് ജോൺസ് ആണ്. അത് മാർജിയുടെ അമ്മയാണ്. പിന്നീട് കാണുന്ന ക്യാരക്ടർ കൗണ്ടി ഇൻസ്പെക്ടർ എന്ന് പറയും. ഈ കൗണ്ടി ഇൻസ്പെക്ടർ എന്ന് വെച്ചാൽ ഒരു എ റൗണ്ട് ലിറ്റിൽ മാൻ വിത്ത് എ റെഡ് ഫേസ് ആൻഡ് എ ഹോൾ ബോക്സ് ഓഫ് ടൂൾസ് വിത്ത് ഡയൽസ് ആൻഡ് വയർസ്. അതായത് ഈ മെക്കാനിക്കൽ ടീച്ചറിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം വരുമ്പോൾ അതിനെ റിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഒന്നുകൂടെ റീസ്ട്രക്ചർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കൗണ്ടി ഇൻസ്പെക്ടർ. അദ്ദേഹമാണ് ഇതിനെല്ലാം റീസെറ്റ് ചെയ്യുന്ന വ്യക്തി. നമുക്ക് ഇതിന്റെ സമ്മറിയിലേക്ക് പോകാം. ഈ ഒരു കഥയുടെ ആരംഭത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും മാർജി തന്റെ ഡയറിയിൽ എഴുതുന്നതായിട്ട് കാണാൻ പറ്റും. ടുഡേ ടോമി ഫൗണ്ട് എ റിയൽ ബുക്ക്. അത് എഴുതുന്നത് മെയ് 17-ാം തീയതി 2157 വർഷത്തിലാണ് ഈ ഡയറി എഴുതുന്നത്. അതേപോലെ തന്നെ ഈ എഴുതുന്ന ഈ ബുക്ക് വളരെ പഴയ ബുക്കാണ്. ആ സമയത്ത് തന്നെ മാർജി ഓർത്തെടുക്കുന്ന ഒരു കാര്യമുണ്ട്. മാർജിയുടെ ഗ്രാൻഡ് ഫാദറിന്റെ ചൈൽഡ്ഹുഡിൽ കഥകളെല്ലാം പ്രിന്റ് ചെയ്തിരുന്നത് പേപ്പറിലാണ് എന്ന് പറഞ്ഞ കാര്യം മാർജി ഓർത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും മാർജിയും ടോമിയും തമ്മിൽ ബുക്സിനെ പറ്റിയുള്ള കോൺവെർസേഷൻ അവിടെ നടക്കുന്നതായിട്ട് കാണാം. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് ഈ ഒരു ബുക്കിന്റെ ഓരോ പേജുകളും ഇങ്ങനെ മറിച്ച് നോക്കുന്നത്. അപ്പൊ ഈ ബുക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവർ ആ ജീവിക്കുന്ന വർഷം അവരിങ്ങനത്തെ സ്റ്റില്ലായിട്ടുള്ള വേർഡ്സ് ഉള്ള ബുക്സ് ഒന്നും അവർ കണ്ടിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഓരോ പേജസും മറിക്കുമ്പം ആ പേജസ് എന്ന് വെച്ചാൽ മഞ്ഞ കളറുള്ള ക്രിംഗ്ലി എന്ന് പറഞ്ഞാൽ ചുളുക്കമൊക്കെയുള്ള പേജസ് ആണ്. It was awfully funny to read words that stood still instead of moving on a screen. ടോമിയും മാർജിയും കണ്ടിട്ടുള്ള ബുക്സ്, അതായത് അവർ കണ്ടിട്ടുള്ള കൂടുതലും ടെലി ബുക്സ് ആണ്. അതായത് മൂവിങ് ആയിട്ടുള്ള ബുക്സുകളും അതൊക്കെയാണ് അവർ കണ്ടിട്ടുള്ളത്. പക്ഷെ അവർ ഇത് കണ്ടിട്ട് വളരെ സർപ്രൈസ്ഡ് ആയി, അവർക്ക് ഫണ്ണി ആയിട്ട് തോന്നി. കാര്യം വേർഡ്സ് എല്ലാം അവിടെ തന്നെ നിൽക്കുകയാണ് ഇൻസ്റ്റെഡ് ഓഫ് മൂവിങ് ഓൺ എ സ്ക്രീൻ. They insisted that television screen must have had a million books on it. അപ്പം അവർ തന്നെ തമ്മിൽ സംസാരിക്കാൻ പറയുന്നുണ്ട്. ടെലിവിഷൻ സ്ക്രീനിൽ തന്നെ മില്യൺസ് ഓഫ് ബുക്സ് അവൈലബിൾ ആണ്. പക്ഷെ ആ സമയത്താണ് അവർ ഈ ഒരു ബുക്ക് കണ്ടെത്തുന്നത്. അപ്പൊ അവർക്ക് വളരെ സർപ്രൈസിങ് ആയിട്ട് അത് തോന്നും. മാർജി അപ്പം ടോമിയോട് ചോദിക്കുന്നുണ്ട്, where did he find it? What is the book about? Tommy replied that he found it in their attic
ആൻഡ് ദ ബുക്ക് ഈസ് അബൌട്ട് സ്കൂൾ. ഇപ്പൊ മാർജ് ചോദിക്കുന്നുണ്ട് ടോമിയോട് ഇത് എവിടെ നിന്നാണ് ഈ ബുക്ക് കിട്ടിയത്, ഈ ബുക്കിന്റെ ഉള്ളടക്കം എന്തിനെ പറ്റിയാണ്. അപ്പൊ ടോമി പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ സ്റ്റോർ റൂമിൽ നിന്നാണ് കിട്ടിയത്, മാത്രമല്ല ഈ ബുക്ക് സ്കൂളിനെ പറ്റിയാണ്. മാജി ഓൾവേസ് ഹേറ്റഡ് സ്കൂൾ ബട്ട് നൗ ഷീ ഹേറ്റഡ് ഇറ്റ് മോർ ദാൻ എവർ. നേരത്തെ മാർജിക്ക് സ്കൂൾ ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പോഴും നേരത്തേക്കാൾ അപ്പുറമായിട്ട് അത് ഒട്ടും ഇഷ്ടമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ the mechanical teacher had been giving her test in geography, and she had been giving her test after test in geography, and she had been doing worse and worse. അതായത് ഇപ്പോഴുള്ള മെക്കാനിക്കൽ ടീച്ചർ ജിയോഗ്രഫിയുടെ ടെസ്റ്റ് ഇങ്ങനെ ഇടും, ഒരു ടെസ്റ്റ് കഴിയുമ്പോൾ അടുത്ത ടെസ്റ്റ് ഇടും. പക്ഷേ ടെസ്റ്റ് ഇടുന്നത് മാത്രമല്ല, ഓരോ ടെസ്റ്റിലും തൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വേഴ്സ് ആയിട്ടുള്ള പെർഫോമൻസ് വന്നപ്പം തൻ്റെ അമ്മ എന്ത് ചെയ്തു, ഈ ഒരു മെക്കാനിക്കൽ ടീച്ചറിനെ കൗണ്ടി ഇൻസ്പെക്ടറിന്റെ അടുത്തേക്ക് വിടുന്നുണ്ട്. അതായത് ഈ ഒരു കൗണ്ടി ഇൻസ്പെക്ടർ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഇങ്ങനത്തെ പ്രോഗ്രാംഡ് ആയിട്ടുള്ള റോബോട്ട്സിനെയൊക്കെ റീസെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഹി വാസ് എ റൗണ്ട് ലിറ്റിൽ മാൻ വിത്ത് എ റെഡ് ഫേസ് ആൻഡ് എ ഹോൾ ബോക്സ് ഓഫ് ടൂൾസ് വിത്ത് ഡയൽസ് ആൻഡ് വയേഴ്സ്. അതായത് ആ ഒരു മനുഷ്യന്റെ കയ്യിൽ ഒരു ബോക്സ് ഉണ്ട്, നിറച്ചും ഡയൽസും വയേഴ്സും എല്ലാം ഉണ്ട്. അദ്ദേഹമാണ് ഇത് റീസ്ട്രക്ചർ ചെയ്യുന്നതും റീസെറ്റ് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്ന വ്യക്തി. The part Margie hated most was the slot where she had to put homework and test papers. അതായത് മാർജിക്ക് ഈ ഒരു മെക്കാനിക്കൽ ടീച്ചറുമായിട്ട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഏറ്റവും ഹെയ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട് എന്ന് വെച്ചാൽ ഹോംവർക്കും ടെസ്റ്റ് പേപ്പേഴ്സും ഒക്കെ ഇടുന്ന ഒരു സ്ലോട്ട് ഉണ്ട്. സ്ലോട്ട് എന്ന് പറഞ്ഞാൽ സ്പേസ്. നമുക്കറിയാം ഓരോരോ കാര്യങ്ങൾക്ക് ഓരോരോ ഇതാണ് നമുക്കുള്ളത് ഈ റോബോട്ടിന്റെ പ്രോഗ്രാംഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള. അപ്പൊ അതിന് ഓരോ സെക്ഷൻ ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു സ്പേസ് ആണ് ഈ ഹോംവർക്സും ടെസ്റ്റ് പേപ്പേഴ്സും ഒക്കെ ഇടുന്ന സ്ലോട്ട്. ആ ഒരു പാർട്ടാണ് മാർജിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പാർട്ട്. The inspector adjusted geography sector to a slow pace, average 10-year level. Margie was disappointed, hoping they would take the teacher away altogether. ഈ സമയത്ത് മാർജിക്ക് ഈ ഒരു ടീച്ചറിനെ എടുത്തുകൊണ്ട് കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റുകയാണെങ്കിൽ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷെ ഈ കൗണ്ടി ഇൻസ്പെക്ടർ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വളരെ അഡ്വാൻസ്ഡ് ലെവലിൽ ഭയങ്കര സ്പീഡായിട്ട് കിടന്നിരുന്നത്. അതായത് അവരുടെ പ്രായത്തിൽ കൂടുതൽ കവിഞ്ഞ ഒരു പേസിലായിരുന്നു അത് കിടന്നിരുന്നത്. അത് ഈ ഇൻസ്പെക്ടർ എന്ത് ചെയ്തു വെച്ചാൽ അത് സ്ലോ പേസ് അല്ലെങ്കിൽ ഒരു 10-year ഓൾഡിന്റെ ലെവലിലേക്ക് അത് സെറ്റ് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ മാർജിക്ക് ഒരു ഡിസപ്പോയിന്റ്മെന്റ് വരും. കാര്യം എന്ന് വെച്ചാൽ മാർജിയുടെ ആഗ്രഹം ആ ടീച്ചറിനെ മൊത്തത്തിൽ അങ്ങ് എടുത്തു മാറ്റുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നുള്ളതായിരുന്നു മാർജിയുടെ ഒരു കണക്കുകൂട്ടൽ. അതങ്ങനെ കണക്ക് കൂട്ടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ടോമിയുടെ ഈ ഒരു റോബോട്ടിന് ഇതുപോലത്തെ ഒരു ഫംഗ്ഷൻ വന്നപ്പം ഏകദേശം 1 മാസത്തോളമായിട്ട് ടോമിയുടെ ടീച്ചറിനെ എടുത്തു മാറ്റിയതായിട്ട് കാണാൻ അവിടെ പറ്റുന്നുണ്ട്. ടെക്സ്റ്റ് വായിച്ചു വരുമ്പോൾ അത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ മാർജിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു ജിയോഗ്രഫി ടീച്ചറിനെയും കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് എടുത്തു മാറ്റുമായിരുന്നെങ്കിൽ നന്നായിരുന്നു. ആ സമയത്താണ് ടോമിയോട് മാർജ് ചോദിക്കുന്നത്, വൈ ഷുഡ് എനിവൺ റൈറ്റ് അബൌട്ട് സ്കൂൾ, വൈ വുഡ് എനിവൺ റൈറ്റ് അബൌട്ട് സ്കൂൾ. എന്തുകൊണ്ട് ഈ ആൾക്കാരൊക്കെ ഈ സ്കൂളിനെ പറ്റി എഴുതാന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ വളരെ വണ്ടറായിട്ട് മാർജിക്ക് തോന്നി. Tommy tried to convince her that it's not their kind of school. It's the all kind of school that they had hundreds and hundreds of years ago. ഇത് കേൾക്കുമ്പോഴത്തേക്കും ടോമി മാർജിയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ പോലത്തെ സ്കൂൾ അല്ലായിരുന്നു, ആ സ്കൂളിനെ പറ്റിയുള്ള ബുക്കല്ല ഇത്, പഴയ രീതിയിലുള്ള സ്കൂളാണ്. അതായത് 100 കണക്ക് വർഷങ്ങൾക്ക് പിറകിലുള്ള സ്കൂളിനെ പറ്റിയാണ് ഈ ബുക്ക്. Tommy continued that they had a teacher. It was a man. He told the boys and girls things and gave them homework and asked them questions. അതായത് ടോമി വീണ്ടും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്കൊരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കുള്ള മെക്കാനിക്കൽ ടീച്ചർ പോലത്തെ ടീച്ചർ അല്ല, അദ്ദേഹം ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ വസ്തുക്കളെ പറ്റി അതുപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക, അവർക്ക് ഹോംവർക്ക് കൊടുക്കുക, അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയോ ഒക്കെ ചെയ്യുമായിരുന്നു. Margie wouldn't want a strange man in her house to teach.
Tommy mentioned that they had a special building and all the kids went there. അപ്പോൾ പെട്ടെന്ന് ഇത് കേട്ടപ്പോൾ മാർജിക്ക് തോന്നിയത് ഒരു വീട്ടിൽ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള വ്യക്തി വന്ന് പഠിപ്പിക്കുന്നതിനെ പറ്റിയാണ് ചെയ്തത്. അപ്പോൾ മാർജി പറയുന്നുണ്ട് എനിക്ക് എൻ്റെ വീടിനകത്ത് ഒരു അറിയാൻ വയ്യാത്ത ഒരാൾ പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ടോമി പറയുന്നുണ്ട് അത് എങ്ങനെയാണ് അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, അവർക്ക് എല്ലാവരും സ്പെഷ്യൽ ബിൽഡിങ്ങും ഉണ്ടായിരുന്നു, എല്ലാ കുട്ടികളും ആ സ്പെഷ്യൽ ബിൽഡിങ്ങിൽ പോയാണ് പഠിച്ചിരുന്നത്. Suddenly, Margie's mother called her to attend school. She went into the schoolroom and the mechanical teacher was waiting for her. ആ സമയത്ത് ഇവരിങ്ങനെ ബുക്സിനെ പറ്റി സ്കൂളിനെ പറ്റിയൊക്കെ കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മാർജിയുടെ അമ്മ വന്നിട്ട് മാർജിയോട് പറയും, എന്താണ് സ്കൂൾ അറ്റൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കും. പെട്ടെന്ന് തന്നെ മാർജി എന്ത് ചെയ്യും, തൻ്റെ സ്കൂൾ റൂമിലേക്ക് പോകും. സ്കൂൾ റൂം എന്ന് പറയുന്നത് തൻ്റെ വീടിനകത്ത് തന്നെയുള്ള ഒരു മുറിയാണ്. അവിടെ ചെല്ലുമ്പോൾ തനിക്ക് വേണ്ടി തന്റെ മെക്കാനിക്കൽ ടീച്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. താൻ എന്ത് ചെയ്യും, ആ ഒരു സ്ക്രീനിന് മുൻപിൽ പോയി ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ടീച്ചർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ടീച്ചർ സ്റ്റാർട്ടഡ് ലെസൺ അബൌട്ട് ദ അഡീഷൻ ഓഫ് പ്രോപ്പർ ഫ്രാക്ഷൻസ് ആൻഡ് ആസ്ക്ഡ് ഹർ ടു ഇൻസേർട്ട് യെസ്റ്റർഡേസ് ഹോംവർക്ക് ഇൻ ദ പ്രോപ്പർ സ്ലോട്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ആ ഒരു മെക്കാനിക്കൽ ടീച്ചറിന്റെ ക്ലാസ് അവിടെ സ്റ്റാർട്ട് ചെയ്തു. എന്താണ് പ്രോപ്പർ ഫ്രാക്ഷൻസിന്റെ അഡീഷൻ ആണ് അവിടെ നടക്കുന്നത്. ആ സമയത്ത് തന്നെ മെക്കാനിക്കൽ ടീച്ചർ തലേ ദിവസത്തെ ഹോംവർക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ മാർജിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത പാർട്ടാണ് ഈ ഹോംവർക്സും ടെസ്റ്റ് പേപ്പേഴ്സും ഒക്കെ ഇൻസേർട്ട് ചെയ്യുന്ന ആ ഒരു ഭാഗം. ആ ഒരു സമയത്ത് മാർജി മനസ്സില്ലാ മനസ്സോടെയാണ് ചെയ്യുന്നതെങ്കിലും താൻ ചിന്തിച്ചു, അവർ ഈ സംഭാഷണം നടത്തിയ സ്കൂൾസിനെ പറ്റിയുള്ള ചിന്തയായിരുന്നു മാർജിയുടെ മനസ്സിൽ. മാർജി വാസ് റൂമിനേറ്റിംഗ് അബൌട്ട് ദ ഓൾ സ്കൂൾസ് they had when her grandfather's grandfather was a little boy, thinking about the kids from the whole neighborhood came laughing and shouting in the schoolyard, sitting together in the schoolroom, going home together at the end of the day. മാർജി വാസ് തിങ്കിങ് അബൌട്ട് ദ ഫൺ ദേ ഹാഡ്. അപ്പം ഇതെല്ലാം ചെയ്യുമ്പോഴും മാർജിയുടെ മനസ്സിൽ ടോമി ആയിട്ട് നടത്തിയ ആ സംഭാഷണം, അതായത് എന്താണ് തൻ്റെ ഗ്രാൻഡ് ഫാദറും ഒക്കെ അവരുടെ ചെറുപ്പകാലത്ത് എന്ത് രസകരമായിരുന്നു. അതായത് അടുത്തുള്ള കിഡ്സ് എല്ലാം ഒരുമിച്ച് വരും, അവർ ഒരുമിച്ച് ചിരിക്കും, അവര് എന്താണ് സ്കൂളിന്റെ ചുറ്റുപാടിൽ നിന്ന് അവർ ഉറക്കെ ഉച്ചയൊക്കെ വെച്ച് ഒരുമിച്ചിരുന്ന് സ്കൂൾ റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നു. അതെല്ലാം താനിങ്ങനെ ഓർത്തുകൊണ്ടേയിരുന്നു. ഒരുമിച്ച് ദ എൻഡ് ഓഫ് ദി ഡേ അവർ ഒരുമിച്ച് വീട്ടിൽ പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ ഓർത്ത് അതെല്ലാം ഇങ്ങനെ അയവിറക്കിക്കൊണ്ടാണ് താൻ ഓരോ കാര്യങ്ങളും മാർജി അവിടെ ചെയ്യുന്നത്. അതിന്റെ ആ എൻഡിൽ നമുക്ക് കാണാൻ പറ്റും മാർജി വാസ് തിങ്കിങ് അബൌട്ട് ദ ഫൺ ദേ ഹാഡ്. അപ്പൊ മാർജി ഓർക്കാണ് അവർ എന്തുമാത്രം വളരെ ഫണ്ണി അല്ല അവർക്ക് എന്തുമാത്രം രസകരമായിട്ടുള്ള അനുഭവങ്ങളായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. മാർജി വാസ് തിങ്കിങ് അബൌട്ട് ദ ഫൺ ദേ ഹാഡ്. എന്ത് രസമായിരുന്നു അവരുടെ ലൈഫ് എന്ന് ഓർത്തുകൊണ്ട് ഈ ഒരു സ്റ്റോറി ഐസക് അസിമോവ് കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്നെ ഏറ്റവും കൂടുതൽ വളരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഈ ഒരു റൈറ്ററിന്റെ ഒരു ദീർഘവീക്ഷണമാണ്. അതായത് ഇപ്പൊ തന്നെ ഏകദേശം നമ്മുടെ ക്ലാസ്സുകളെല്ലാം വെർച്വൽ ക്ലാസ് റൂംസ് ഒക്കെ ആയിക്കഴിഞ്ഞു. റോബോട്ട്സിനെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് പല കാര്യങ്ങളും വന്നെത്തിയിട്ടുണ്ട്. പക്ഷെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി എഴുതിയ ഈ സ്റ്റോറി എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നിങ്ങൾക്ക് ഈ സ്റ്റോറി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ഒരു സമ്മറി കേട്ടതിന് ശേഷം നിർബന്ധമായിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിച്ചു നോക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ടുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് എക്സാമിന് എഴുതാൻ പറ്റും. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.